ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചു. ചിക്കൻ കഴുകി നമുക്ക് ക്ലീനാക്കി എടുക്കാം. അതിനുശേഷം ചിക്കൻ കറി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് മസാല പുരട്ടി വെക്കാം. 1 മണിക്കൂർ നമുക്കിത് മസാല പുരട്ടി വെക്കാം. 5 സവാള, ഒരു അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 2 തക്കാളി. നമുക്കിനി ഇറച്ചി വറുത്തെടുക്കാം. അതിന് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചട്ടി അടുപ്പിൽ വെച്ചു നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു നമുക്കിനി എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഒരേ കഷ്ണം ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി ഇട്ട് എല്ലാ കഷ്ണവും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചി ഫുള്ള് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെയുള്ള മിക്സ് ആ എണ്ണയിൽ തന്നെ ഇടുമ്പോൾ തന്നെ ഒരു ടേസ്റ്റാണ് പ്രത്യേകം. നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. സവാളയെല്ലാം ഇട്ട് നമുക്ക് വഴറ്റി വരുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇടുന്നത് നല്ലതാണ്, പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. നല്ലപോലെ വഴണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഇളക്കുകയാണ്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇടുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ലൊരു ഇത് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ 2 തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. സവാളയൊക്കെ വഴറ്റുന്നുണ്ടോ നമുക്കില്ലെന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്ന് നല്ലതായിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് ആ തക്കാളിയൊക്കെ നല്ല ഇതാക്കിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് നല്ലപോലെ ഇളക്കി അതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ അരപ്പ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാൽ കറി ഒന്നും കൂടെ നല്ല ഇതായിട്ടിരിക്കും. അപ്പം ചെറുവെള്ളം ചൂടോടെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കണം. ഈ അരപ്പും ഈ വെള്ളവും എല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കഷ്ണങ്ങളിട്ട് നമുക്ക് തിളപ്പിക്കാം. കഷ്ണങ്ങളൊക്കെ ഇട്ട് നല്ലപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി, അല്ലെങ്കിൽ ഇപ്പോൾ വറുത്തതാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. നമുക്ക് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. തെളിഞ്ഞതിന് ശേഷം അത് അരപ്പൊക്കെ നല്ല ഇറച്ചിക്കകത്ത് പിടിച്ചിട്ടുണ്ട്. അതിൽ കറിവേപ്പില നമുക്കിങ്ങനെ വിതറി കൊടുക്കുമ്പോൾ ആ പച്ച വേപ്പിലയുടെ ആ ഒരു മണവും ആ സ്വാദും ഒക്കെ ആ ഇറച്ചിക്കകത്ത് പിടിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത്? താങ്ക് യു.